ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഡ്യൂറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഞാൻ അറിഞ്ഞൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര പേര് PGMRനെ പറ്റി കേട്ടിട്ടുണ്ട്? ഇത് നമ്മുടെ ഒരു ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയിൽ തന്നെ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയും. ഇവിടെ BSc നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ ഒരു തുക കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പലരും ഞെട്ടിപ്പോകും. വെറും 850 പെർ ഇയർ വെച്ചേ ഉണ്ടാവുള്ളൂ ഒരു BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു 4 ഇയർ ഡ്യൂറേഷനുള്ള ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങാൻ. ഓരോ വർഷവും വെറും 850 രൂപ മാത്രം കൊടുത്താൽ നമുക്ക് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങൾ എത്ര പേർക്ക് അറിയാം? ഒരുപക്ഷെ ഞാൻ പോലും ഇതിനെപ്പറ്റി എനിക്ക് ഇൻഡെപ്ത് ആയിട്ട് അറിയില്ലായിരുന്നു. ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഒരു പ്രോപ്പർ ഡീറ്റെയിൽസും ഇതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലുള്ള മിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി വലിയൊരു ധാരണയോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല. എന്നാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ കേരളം വിട്ട് ഒരുപാട് ദൂരെയൊക്കെ പോയി പഠിക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ പലരും എടുക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും ചെലവ് കുറഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും പോലും വളരെ കുറവാണ്. അപ്പൊ ഏറ്റവും ഒരു കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് 4 വർഷം പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജൂൺ 10-ാം തീയതി ആയിരുന്നു സ്റ്റാർട്ട് ആയത്. ജൂൺ 30 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം. ശേഷം ഒരു എക്സാം ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഒരു 1.5 hour ഡ്യൂറേഷൻ വരുന്ന ഒരു 100 ക്വസ്റ്റ്യൻസിന്റെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് പോലെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സിന്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ഉണ്ടായിരിക്കും. ആ ഒരു എക്സാമിന്റെ ബേസിലായിരിക്കും കംപ്ലീറ്റ് മെറിറ്റ് ലിസ്റ്റും വരുന്നത്. ആ ഒരു ബേസിൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എത്ര സീറ്റാണ് BSc നഴ്സിംഗിനും പോസ്റ്റ് BSc നഴ്സിംഗിനും എന്ന് നോക്കാം. BSc നഴ്സിംഗിന് ആകെ 93 സീറ്റ്സ് ആണ്. ഇതിൽ ഓരോ കാറ്റഗറി വൈസും സീറ്റ് വരുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പോസ്റ്റ് BSc നഴ്സിംഗിനാണെങ്കിൽ 62 സീറ്റ്സ് ആയിരിക്കും വരുന്നത്. അതും കാറ്റഗറി തിരിച്ച് തന്നെയായിരിക്കും സീറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ പറ്റി പറയാനാണെങ്കിൽ ബേസിക് ക്രൈറ്റീരിയ എല്ലാത്തിന്റെയും പോലെ തന്നെ ഒരു ബേസിക് ക്രൈറ്റീരിയ തന്നെയാണ്. 17 ഇയേഴ്സ്, അതുപോലെ 10+2 +2 50% മാർക്കോടുകൂടി പാസ്സാവുക, PCB, ഇതൊക്കെ തന്നെയായിരിക്കും ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മറ്റ് അലോട്ട്മെന്റും കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നത് ഒരു എക്സാം ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ആ ഒരു എക്സാമിന്റെ ബേസിലായിരിക്കും മെറിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെയും നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു കറക്ഷൻ വിൻഡോ ഉണ്ടായിരിക്കും. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം തന്നതിന് ശേഷമായിരിക്കും ബാക്കി പ്രോസസ്സ് നടക്കുന്നത്. CBT എക്സാം നടക്കുന്നത് വിവിധ സെന്ററുകളിൽ വെച്ചിട്ടായിരിക്കും. സെന്ററിന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അത്രയും സെന്ററുകളിൽ അവർ തന്നെ അലോക്കേറ്റ് ചെയ്യും. ആ ഒരു സെന്ററിൽ വെച്ചായിരിക്കും നമ്മൾ എക്സാം എഴുതേണ്ടത്. വൺസ് എക്സാം പാസ്സായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് തുടർച്ചയായിട്ട് കൗൺസിലിങ്ങും റാങ്കും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷമായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചോയ്സ് ആണ് ചൂസ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്തേനെ. കാരണം ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇന്ന് ഈ ഒരു കാലത്ത് ഒരു നഴ്സിംഗ് പോലുള്ള ഒരു വലിയ കോഴ്സ് പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് തികച്ചും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ പിന്നെ നല്ല മാർക്ക് നേടി എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ വരുന്നത് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1200ഉം, അതുപോലെ ജനറൽ അതർ കാറ്റഗറീസ് ഒക്കെ ആണെങ്കിൽ 1500 ആയിരിക്കും. അപ്പൊ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കാതെ ശ്രമിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോസ്പെക്ടീസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ജസ്റ്റ് അതും കൂടെ ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.